തിരുവനന്തപുരം ദില്ലി എയർ ഇന്ത്യ സർവീസ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ചെന്നൈയിൽ അടിയന്തരമായി വിമാനമിറക്കിയ സംഭവത്തിൽ അപകട സാധ്യത വൻ ദുരന്തം ഒഴിവാക്കിയെന്ന് എംപിമാർ പ്രതികരിച്ചു. ഇത് രണ്ടാം ജന്മം തന്നെയാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു. എനിക്ക് മൂന്നാം ജന്മമെന്നാണ് അടൂർ പ്രകാശ് എംപിയുടെ പ്രതികരണം. യാത്രക്കിടെ വിമാനത്തിന് റഡാർ സംവിധാനത്തിൽ തകരാറുണ്ടായതായി പൈലറ്റ് അറിയിച്ചതോടെ വിമാനം വഴിതിരിച്ചുവിട്ട് ചെന്നൈയിലേക്ക് പറന്നു. ഇന്ധനം കുറയ്ക്കാനായി ഏകദേശം 1 മണിക്കൂർ ആകാശത്ത് ചുറ്റിപ്പറന്ന ശേഷമാണ് ലാൻഡിംഗ് ശ്രമം തുടങ്ങിയത്. എന്നാൽ അന്ന് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതായി ചില യാത്രക്കാരും എംപിമാരും ആരോപിച്ചു. ഇതോടെ പൈലറ്റ് ഗോ എറൗണ്ട് നടപടിയിലൂടെ വിമാനം വീണ്ടും പറന്നുയർത്തി. തുടർന്ന് അരമണിക്കൂറിന് ശേഷം രാത്രി 10:37 സുരക്ഷിതമായി ലാൻഡിംഗ് നടന്നു. അടൂർ പ്രകാശ് എംപി, KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ, തിരുനെൽവേലി എംപി റോബർട്ട് ബ്രൂസ് എന്നിവർ ഉൾപ്പെടെ 160 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എംപിമാർ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇത് എംപിമാരുടേത് മാത്രമല്ല, വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. എന്നാൽ റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നതിനാലാണ് ലാൻഡിംഗ് തടസ്സപ്പെട്ടതെന്ന ആരോപണം എയർ ഇന്ത്യ നിഷേധിച്ചു. ചെന്നൈ ATCയുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിതത്തിനായാണ് ഗോ എറൗണ്ട് ചെയ്തതെന്നും ഇത് പൈലറ്റുമാർക്കുള്ള സാധാരണ പരിശീലന നടപടിയാണെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കി.